ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അങ്ങനെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് സീരീസ് മുന്നോട്ട് പോവാണ് അല്ലെ. ഇപ്പൊ 2026 ഒരുപാട് PSC എക്സാമുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിനെല്ലാം ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെക്ഷനിൽ നമ്മൾ 11/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 2025 ജനുവരി 25 നടന്നിട്ടുള്ള 10th പ്രിലിംസ് സ്റ്റേജ് 3 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ് ക്വസ്റ്റ്യന്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആരാണ്? ഡോക്ടർ DS കോത്താരിയാണ് കേട്ടോ. കോത്താരി കമ്മീഷനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ അല്ലെ. അടുത്തത് രണ്ടാമത്തത്, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക മനുഷ്യാവകാശ ദിനം? നമുക്കറിയാം ഡിസംബർ 10-നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ആരുടെ അഭിപ്രായമാണ്? മെറ്റേണിക്കിന്റെ അഭിപ്രായമാണ് കേട്ടോ. ഓപ്ഷൻ ബി മെറ്റേണിക്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കുറുളി ചേകോനാണ് കേട്ടോ. കുറുളി ചേകോൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി കൊല്ലത്താണ് രാജ്യത്തെ നോട്ട് ചെയ്യണം കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കൊല്ലത്താണ്. ഓക്കെ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രീനിച്ച് സമയം അതായത് 0 ഡിഗ്രി രേഖാംശ രേഖയിലെ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര എന്നാണ് കേട്ടോ. എത്രയാകും? ഓപ്ഷൻ സി 7:30 ആണ് കേട്ടോ. AM 30 ആവും. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ്? പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത്. ഇതിലേതാ ചോദിച്ചത്? ശരിയായ പ്രസ്താവന ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ സി ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണെന്നാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത് എന്നാണ് കേട്ടോ. അപ്പൊ ഭേദഗതിയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിന്റെ? വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത് എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണെന്നാണ്. ഓക്കെ, എത്രാമത്താണ്? 61-ാം ഭേദഗതി അനുസരിച്ചാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീനം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഏതാണ്? ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര താലൂക്കിലാണ് കേട്ടോ. നെയ്യാറ്റിൻകര താലൂക്ക്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൺസൂൺ മഴയും ഇടിവെട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതെന്നാണ്? ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇത് മൺസൂൺ മഴയും ഇടിവെട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി കേരളമാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം. 12-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതെന്നാണ്? ഓപ്ഷൻ ബി ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ ആണ്. 13-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതെന്നാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെ. അടുത്തത്, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ എ ദേശീയ ജലപാത 3 ആണ്. 15-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണെന്നാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ഉത്തര മഹാസമതലമാണ് കേട്ടോ. ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? ഓപ്ഷൻ എ ഭൂതല ഛായാഗ്രഹണമാണ് കേട്ടോ. ഇവിടെ എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഭൂതല ഛായാഗ്രഹണമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതെന്നാണ് കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ദിരാ പോയിന്റ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക എന്നാണ് പറയുന്നത്. സ്വാധീനിക്കാത്ത ഘടകമാണ് കേട്ടോ. ഏതാണ് ഇതില്? ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവാന്നാണ് കേട്ടോ. പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാ. ഇതിൽ പ്രസ്താവനകൾ: താരതമ്യേന വീതി കുറവ്, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു, വീതി താരതമ്യേന കൂടുതലാണ്. ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്? 1ഉം 3ഉം ശരിയാണെന്നുള്ള ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അതായത് താരതമ്യേന വീതി കുറവാണ്, അതുപോലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു എന്നുള്ളതാണ് പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്നാണ്. ഏതാണ്? ഒരുപാട് പ്രാവശ്യം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഓക്കെ. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ്. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി, പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ഇതിൽ ഏതാണ് ബന്ധമില്ലാത്തത്? ഏതാണ്? 2 മാത്രം എന്നുള്ള ആൻസർ ആണ്. അതായത് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ. 22ാമത്തെ ക്വസ്റ്റ്യൻ, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്. തിരുക്കൊച്ചി സംസ്ഥാനമാണ് കേട്ടോ. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് NCERT ഫാക്ട് ആണ്. ഓപ്ഷൻ ബി ആണ്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതെന്നാണ് കേട്ടോ. സ്ഥലമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ചമ്പാരനാണ്. ചമ്പാരൻ സത്യാഗ്രഹം, ചമ്പാരൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ് എന്നാണ്. ആരാണ് ഇതില് സ്ഥാപകനായിട്ടുള്ളത്? ജൊനാഥൻ ഡങ്കൻ ആണ് കേട്ടോ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ജൊനാഥൻ ഡങ്കൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് എന്നാണ് കേട്ടോ. ഗാന്ധി ഇർവിൻ ഉടമ്പടി: നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഇതിൽ ഏതാണ് ബന്ധമില്ലാത്തത്? 2 മാത്രം എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ സി 2 മാത്രമാണ്. അതായത് പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുന്നതാണ് ഇതുമായിട്ട് ബന്ധമില്ലാത്തത്. അപ്പൊ ഈ ബന്ധമുള്ളത് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഇതൊക്കെ ബന്ധമുള്ളതാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരെന്നാണ് കേട്ടോ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണെന്നാണ് ക്വസ്റ്റ്യന്. ആരാണ്? വാഗ്ബടാനന്ദനാണ്. ഓപ്ഷൻ ഡി. 27ാമത്തെ ക്വസ്റ്റ്യൻ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരെന്നാണ്. 2024 ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആരാണ്? NS മാധവനാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം എന്നാണ്. യോഗ്യശ്രീ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്നാണ്. ഏതാണ്? പശ്ചിമ ബംഗാളിലാണ് യോഗ്യശ്രീ പദ്ധതി നടപ്പിലാക്കിയത്. ഇതൊരു സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയാണ് കേട്ടോ. 29ാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണെന്നാണ്. ഓക്കെ. ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓപ്ഷൻ ബി. 30ാമത്തെ ക്വസ്റ്റ്യൻ, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരമാണ് കേട്ടോ. ഓക്കെ. വർഷം നിങ്ങൾ മാറിപ്പോവരുത്. ഓക്കെ. ആരാണ്? ഹാങ്കോങ് ആണ് കേട്ടോ. ഹാങ്കോങ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്. ഓക്കെ. ഏതാണ്? ഓപ്ഷൻ ഡി സ്വകാര്യ സ്വത്തിനുള്ള അവകാശമാണ്.
താഴെ വരെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇതൊക്കെ എന്താണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. സ്വത്തിനുള്ള അവകാശം മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തതാണ്. ഇപ്പോ മൗലികാവകാശത്തിൽ പെടുന്നതല്ല. ഓക്കെ. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക കടമകളാണ് കേട്ടോ. ഏത് രാജ്യത്തിൽ നിന്ന് തെരഞ്ഞെടുത്താണ്? പിന്നെ സോവിയറ്റ് യൂണിയൻ ആണ് കേട്ടോ. ഓക്കെ, റഷ്യയുടെ. അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ എന്നത് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ന് ദേശീയഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്? ഇവയെല്ലാം തെറ്റാണ് എന്നാണ് ആൻസർ ഉള്ളത് കേട്ടോ. എല്ലാം തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓക്കെ ഓക്കെ അപ്പൊ ഇതിലെ ഓരോ പ്രസ്താവനകളും നമുക്കൊന്ന് നോക്കാം. ദേശീയഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണെന്നുള്ളതാണ്. ഇവിടെ എന്താണ് ആൻസർ? 52 സെക്കൻഡ് ആണ് കേട്ടോ. അത് തെറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആരാണ്? സരളാദേവി ചൗധരിയാണ് കേട്ടോ. സരളാദേവിയാണ്. ഓക്കെ. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം രവീന്ദ്രനാഥ ടാഗോറിന്റെ വരികളാണ്. രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരെന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത് കേട്ടോ. ആരാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരെന്നാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ. 35ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. എന്തൊക്കെ? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന് കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇതിലെ എന്താണ് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓക്കെ. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹി ആണ്. ഇത്രയാണ് എന്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കേട്ടോ. ഇനി അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവുമാണ് നൽകിയിട്ടുള്ളത്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഓർഡർ? ഓക്കെ, ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് 1, 4, A4, B1, C2, D3 കേട്ടോ. ഏതൊക്കെയാണെന്ന് നോക്കാം. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഏതുമായിട്ടാണ്? വകുപ്പ് 17ലാണ്. അതുപോലെ ബി, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് 21 കേട്ടോ. 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏതിലാണ്? വകുപ്പ് 21A അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് വകുപ്പ് 32 കേട്ടോ. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? അധ്യക്ഷനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആരായിരുന്നു? നമുക്കറിയാം ഫസൽ അലിയാണ് കേട്ടോ. ഫസൽ അലി കമ്മീഷനിലായിരുന്നു. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ, പൊതു സ്വഭാവമുള്ള കൃത്യ നിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതെന്നാണ് കേട്ടോ. ഏതായിരിക്കും? നമുക്കറിയാം മാൻഡമസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരെന്നാണ് കേട്ടോ. ആരാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര എന്നാണ്? നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ചോദിച്ചിട്ടുള്ളത് 22 ആണ്.
അടുത്തത് കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏതെന്നാണ്. ഏതാണ് കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം? കരിമീനാണ്. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ സി 9 ആണ്. 43-ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരെന്നാണ്. ഓക്കെ, കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് ചോദിച്ചിട്ടുള്ളത്. കെ കൃഷ്ണൻകുട്ടിയാണ് കേട്ടോ. 44-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 3 ആണ്. ബാക്കി എന്താണ്? 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്നാണ്. ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്? കല്ലടയാണ്. ഓക്കെ, അടുത്തത് 46-ാമത്തെ ക്വസ്റ്റ്യന്, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്നാണ്. ഏതാണ്? 46-ാമത്തെ ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരെന്നാണ്. ആരാണ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി? വി അബ്ദുറഹിമാൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ഓപ്ഷൻ ബി തിരുവനന്തപുരം. 49-ാമത്തെ ക്വസ്റ്റ്യൻ, അയ്യങ്കാളി ജനിച്ചത് എന്ന്. ഓക്കെ, വർഷവും മാസവും ദിവസവും കൊടുത്തിട്ടുണ്ട്. ഏതാണ് അയ്യങ്കാളി ജനിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 1863 ഓഗസ്റ്റ് 28-നാണ് കേട്ടോ. ഓപ്ഷൻ ഡി. 50-ാമത്തെ ക്വസ്റ്റ്യൻ, ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ്. ഏതാണ്? വൈക്കത്താണ് കേട്ടോ. ഓക്കെ, വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്, നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ വൈക്കത്താണ് ഇ വി രാമസ്വാമി നായ്ക്കര് ഇവിടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 51-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നാണ്. ആരാണ്? ഇതിൽ ആരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. വി ടി ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, മഹാദേവ് ഗോവിന്ദ റാനഡെ, വൈകുണ്ഠസ്വാമി. ഇതില് എം ജി റാനഡെ ആണല്ലേ. ഓക്കെ, എന്താണ് ഇവർ തമ്മിലുള്ളത്? നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. ബാക്കിയുള്ളവരെല്ലാം എന്താണ്? ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഉൾപ്പെട്ടതാണ് എം ജി റാനഡെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി. ഈ ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട 2-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അംഗമായിരുന്ന മലയാളിയാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് കെ എം പണിക്കരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 53-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഇതാരെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്? എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഓക്കെ, ഇതാരെ പറ്റിയാണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാരെന്നാണ്. ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ. സി ശങ്കരൻ നായർ. അടുത്തത്, ഫതഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവാണ് ചോദിച്ചിട്ടുള്ളത്. കവി ഗാസി മുഹമ്മദ് എഴുതിയത്. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. കേരളത്തിലെ ജാതി വ്യവസ്ഥ വിവരിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യം. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉം ആണ് ശരി. അതായത് കവി ഗാസി മുഹമ്മദ് എഴുതിയതാണ്. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശവുമുണ്ട്. ഓക്കെ, 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലമാണ് എവിടെയാണ്? വടകരയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത് വടകരയിലാണ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാരെന്നാണ്. അയ്യത്താൻ ഗോപാലനാണ് ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്നത്. 58-ാമത്തെ ക്വസ്റ്റ്യൻ, ബാരിസ്റ്റർ ജി പി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? മലയാളി മെമ്മോറിയൽ ആണ്. SCRT ഫാക്ട് ആണ്. അടുത്തത് 59-ാമത്തെ ക്വസ്റ്റ്യൻ, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തതാരെന്നാണ്.
പെടാത്തവരാണ് ചോദിച്ചിട്ടുള്ളത്. പെടാത്തത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഷൺമുഖം ചെട്ടിയാണ്. അതായത് പനമ്പള്ളി ഗോവിന്ദമേനോൻ, നിക്കണ്ഠ വാര്യർ, എസ് നീലകണ്ഠൻ അയ്യർ. ഇവർക്ക് എന്താണ്? കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ ഉൾപ്പെട്ടവരാണ് കേട്ടോ. 60-ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ? അഗസ്തീശ്വരാണ് കേട്ടോ. ഇതേ ക്വസ്റ്റ്യൻ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, പക്ഷെ മറ്റൊരു രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. വിറ്റാമിൻ എയുടെ 61-ാമത്തെ ക്വസ്റ്റ്യൻ, വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഏതാണ്? നമുക്കറിയാം, നിശാന്തതയാണ് കേട്ടോ. അടുത്ത 62-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതെന്നാണ്? ഇതില് ജീവിതശൈലി രോഗം അല്ലാത്തതാണ് ചോദിച്ചത്. ഹീമോഫീലിയാണ്. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റേച്ചൽ കൈസൺ ആണ്. 64-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? ഈ താഴെ പറയുന്നവയിൽ പെരിയാറ് എന്താണ് താഴെ പറയുന്ന വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമാണ്. 65-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതെന്നാണ്? പദാർത്ഥാണ് ചോദിച്ചത്. ഏതാണ്? ഇനാമലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 66-ാമത്തെ ക്വസ്റ്റ്യൻ, ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിനു കാരണമായ HIV വൈറസ് പെരുകുന്നത്? അപ്പൊ ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഏതിനാണ്? ലിംഫോസൈറ്റ് ആണ്. 67-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണെന്നാണ് കേട്ടോ. എവിടെയാണ്? കരളിലാണ്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏതെന്നാണ്? ഇതിലേതാണ്? നമുക്കറിയാം, പ്രിയങ്ക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം, മില്ലറ്റ് വർഷമായിട്ട് ആഘോഷിച്ചത് എന്നാണ്? 2023 കേട്ടോ. അടുത്ത 70-ാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബാംഗങ്ങൾക്ക് ചികിത്സക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണെന്നാണ്? എത്രയാണ്? 5 ലക്ഷം രൂപയാണ് കേട്ടോ. 71-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങളിൽ നൽകിയിരിക്കുന്നു. ഇതൊക്കെയാണ്: ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് തേങ്ങ താഴോട്ട് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്ന പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. തന്നിരിക്കുന്നവയിൽ 1 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം. തന്നിരിക്കുന്നവയിൽ 3 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം. തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങള്. തന്നിരിക്കുന്നവയിൽ 1ഉം 2ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. ഓക്കെ. അപ്പൊ ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. അതായത് തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി, ഇതുപോലെ ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ല് ചെയ്യുന്ന പ്രവൃത്തി. ഇത് രണ്ടുമാണ് പോസിറ്റീവ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ. 72-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കോൺകേവ് ദർപ്പണത്തിൽ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്താണെന്നാണ്? എന്താണ്? വസ്തുവിനേക്കാൾ വലുതും മിഥ്യയും നിവർന്നതും. ഓപ്ഷൻ ഡി ആണ്. ഇനി മനുഷ്യരുടെ ശ്രവണ പരിധി ഡേഷ് ആണ്. എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് കേട്ടോ ശ്രവണ പരിധി. അടുത്തത്, ഫാരൻഹൈറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 310 കെൽവിൻ ആണ്. അടുത്തത് 75-ാമത്തെ ക്വസ്റ്റ്യൻ, ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യം ഏതെന്നാണ്? ഓപ്ഷൻ ബി, u² = v² - 2as ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 76-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനമാണ് ചോദിച്ചത്. ഇതിലേതാണ്? രാസോർജം ഗതികോർജമായിട്ട് മാറാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്താനാണ്. സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം ഇതിലേതാണ്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു എന്നുള്ളതാണ് കേട്ടോ.
78ാമത്തെ ക്വസ്റ്റ്യൻ ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല, ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു, ഹൈഡ്രജൻ ദ്വിയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതാണ് ശരിയായ ഇതെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതാണ് ശരിയായതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് തെറ്റുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതാണ് ശരി. അതായത് ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്നുള്ളതാണ് തെറ്റ്. മറ്റ് പ്രസ്താവനകളൊക്കെ ശരിയാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഐസോടോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ ആറ്റോമിക നമ്പറാണ് ഐസോടോപ്പിനുള്ളത് കേട്ടോ. 80ാമത്തെ ക്വസ്റ്റ്യൻ ആറ്റോമിക സംഖ്യ 8 മൂലകമാണ് ഏത്? നമുക്കറിയാം, ഓക്സിജൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി അങ്ങോട്ട് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നില്ല. മാത്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന വീഡിയോ ക്ലാസ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ കമന്റിലൂടെ പറയണം. ഓരോ ക്ലാസ്സിന്റെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.